സോണിയാഗാന്ധി ശക്തമായി വീണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ ആലോചിക്കുകയാണ്. അത് എന്ന് പറയുന്നത് 2029 കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ചെറിയ കളികളൊന്നും കളിച്ചാൽ മതിയാവില്ല. രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്കയോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവനിരയോ ഒക്കെ ചേർന്ന് ഒരു ഫൈറ്റ് നടത്താം എന്നതിലുപരി അധികാരം പിടിച്ചെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയാൻ അവരെ കൊണ്ട് പരിപൂർണമായി സാധിക്കുന്നുമില്ല. അവിടെയാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം. നമുക്കറിയാം ദക്ഷിണേന്ത്യയിൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ്. അത് മാത്രമല്ല നമുക്കറിയാം കർണാടകയിലെ മുനിസിപ്പൽ ഇലക്ഷനിൽ പോലും BJP നേതാക്കൾ ക്രോസ് വോട്ട് ചെയ്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കുന്നത് BJPയുടെ നേതാക്കളിൽ പലരും DKയുമായി ആശയവിനിമയത്തിലാണ്. BJPയിലെ പ്രതിപക്ഷ MLA-മാരിൽ പലരും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് BJPയിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടിയുള്ള നീക്കമാണെങ്കിൽ അതിന് വിപരീതമായി കർണാടകയിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതായത് ശക്തമായൊരു നേതൃനിരയുണ്ടെങ്കിൽ, ശക്തമായി തീരുമാനം എടുക്കാൻ കെൽപ്പുള്ള ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ തീർച്ചയായും ആ പാർട്ടിക്ക് ആ മണ്ണിൽ ആയുസ് കൂടുതലായിരിക്കും. അത് തന്നെയാണ് DK ശിവകുമാർ എന്ന അതികായനായ കോൺഗ്രസ് നേതാവിനെ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത്രയേറെ ഭയക്കുന്നു? അതല്ലെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായും നരേന്ദ്രമോദിയും അദ്ദേഹത്തെ വലിയ തോതിൽ വിലമതിക്കാനാകാത്ത ഒരു വ്യക്തിയായി കണക്കാക്കുന്നു. DK ഒരിക്കലും BJPയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതിന് പരിപൂർണമായിട്ടുള്ള ഒരു ക്ലോഷർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് എല്ലാ തരത്തിലും DKക്ക് അർഹിക്കുന്ന ബഹുമാനം വളരെ വൈകിയാണെങ്കിലും അത് നൽകിയിരിക്കുകയാണ്. കർണാടകയുടെ ഭരണചക്രം DK തന്നെയായിരിക്കും തിരിക്കുക എന്നുള്ളതിന് ഇനി യാതൊരു തർക്കവുമില്ല. 2028 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും തുടർഭരണം കർണാടകയിൽ ഏറ്റവും മികച്ച രീതിയിൽ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടത്തും. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ കർണാടകക്കാരനാണ്. അദ്ദേഹം ആവുന്ന വിധത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രായം ഒരു ഘടകം തന്നെയാണ്. കോൺഗ്രസിൽ ചുറുചുറുക്കുള്ള നേതൃത്വം വരേണ്ടതിന്റെ അനിവാര്യത. സോണിയാഗാന്ധി വളരെ നാളുകളായി അവർ രാജ്യസഭയിലേക്ക് ഒതുങ്ങിക്കൂടി ഒരു വിശ്രമ ജീവിതം എന്ന രീതിയിലേക്കൊക്കെ നയിക്കുകയാണെങ്കിലും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചില കാര്യങ്ങളിൽ ഇപ്പോഴും അവർക്ക് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായി ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെയും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ മറ്റ് പല നേതാക്കളെയും കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. കമൽനാഥിനെ പോലുള്ളവരെ ഇനിയും മാറ്റി നിർത്തുക. കമൽനാഥും അശോക് ഗെഹ്ലോട്ടും ഒക്കെ അവരൊക്കെ കടൽ കിഴവന്മാരാണ്. അവരെയൊന്നും കൊണ്ട് കോൺഗ്രസിന് ജനകീയ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ തുടർന്നും കഴിയില്ല എന്ന തിരിച്ചറിവ് സോണിയയ്ക്കുണ്ട്. UPയിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ കോൺഗ്രസിന് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ സഖ്യം നേടിയെടുത്താൽ മാത്രം പോരാ. അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രാദേശിക പ്രവർത്തകരെ സജ്ജമാക്കണം.